ഹായ് മക്കളെ, ഈ വർഷം നീറ്റിനും ജെഇക്കും വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച കുട്ടികളുടെ ഏറ്റവും വലിയ സംശയമാണ്, അവർ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യണോ സാറേ അതോ ഓഫ്ലൈനായിട്ട് പോകണോ എന്നുള്ളത്. ആൻഡ് എനിക്കിതിനെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് കോളുകൾ കിട്ടുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ആ കോൾ ഒന്നും കൂടെ കൂടിയിട്ടുണ്ട്. കാരണം നീറ്റ് എക്സാം കഴിഞ്ഞ ആൾക്കാർ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ. സോ ഈ ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള എൻ്റെ അഭിപ്രായം പറയാം. പ്രത്യേക ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഏതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, അല്ലെങ്കിൽ എന്താണ് ബയോ സയൻസ് എടുക്കണോ, കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ, എഞ്ചിനീയറിംഗ് നോക്കണോ, മെഡിക്കൽ നോക്കണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ അഭിപ്രായം മാത്രമായിട്ട് നിങ്ങളിത് കണ്ടാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ എത്രയൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ശരിയാണോ, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാം, അല്ലെ പാരൻസിൻ്റെ കൂടെ ഒന്നും കൂടെ ഇത് കാണുക, ആലോചിക്കുക. ഇനി എന്നിട്ടും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എന്താണ്, ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അവരോടും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. എന്നിട്ടൊരു ഫൈനൽ ഡിസിഷൻ എടുത്താൽ മതി. കാരണം ഓരോ പോയിന്റുകളും ആൾക്കാർക്ക് അനുസരിച്ച് റിലേറ്റീവ് ആയിരിക്കും. ആൻഡ് കാരണം എന്താ, ഇത് ഇത്രയും ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ. അത് ആരെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ എടുക്കരുത്, നിങ്ങൾ ആലോചിക്കുക, എന്നിട്ട് നിങ്ങൾ ആ തീരുമാനം എടുക്കുക കേട്ടോ. അപ്പം ഏറ്റവും ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ വരുന്നത് ഒരു പ്രിജുഡിസ്, മുൻധാരണ ഉണ്ടാവില്ലേ, സാർ അവസാനം ഇത് ഓഫ്ലൈനാണ് നല്ലതെന്ന് പറയുന്നത്. അങ്ങനെ ഇല്ല കേട്ടോ. അതായത് കഴിഞ്ഞ വർഷത്തെ കേരള നീറ്റിൻ്റെ റാങ്ക് 1 ആയിട്ടുള്ള കോഴിക്കോടുകാരി ആര്യ പഠിച്ചത്, റിപ്പീറ്റ് ചെയ്തത് ഓൺലൈനായിട്ടായിരുന്നു, ഓഫ്ലൈനല്ല. അതായത് MBBS കിട്ടിയ, ഓൺലൈനായി പഠിച്ച MBBS കിട്ടിയ ഒരുപാട് ആളെ കഥകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ ആര്യക്ക് മുഴുവൻ കുട്ടികളെയും വെട്ടിച്ച് 1ാം റാങ്കായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ, മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിന് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് അല്ലേ. അതായത് ആര്യക്ക് 1ാം റാങ്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്താ, ഒരു ഗവൺമെൻറ് MBBS സീറ്റും അതേപോലെ തന്നെ NIT IIT ഒക്കെ നമുക്ക് ഉറപ്പായിട്ടും കിട്ടാൻ പറ്റും. ശരിയല്ലേ. ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ആര്യ ആ വർഷത്തെ CBSEയുടെ കേരള ടോപ്പറും കൂടെ ആയിരുന്നു. ഈ CBSE കേരള ടോപ്പർ എന്നൊക്കെ പറഞ്ഞാൽ 1 അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. അതായത് അവൾ ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അതേപോലെ തന്നെ എന്താണ്, നല്ല ഡിസിപ്ലിൻഡ് ആയിരിക്കും, എന്താ പറയുക, നല്ല ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പാർട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഓൺലൈൻ പഠിക്കുന്നതിന് ചില പരിമിതികളുണ്ട്, ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓൺലൈൻ ഓഫ്ലൈൻ തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഞാൻ പറയാം, ഒരു പൊടിക്ക് ഓൺലൈനാണ് ബെറ്റർ എന്നാ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് ഞാനിതിനെ കാണുന്നത്, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഓൺലൈൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എന്നാൽ ഓൺലൈനാണ് നല്ലത്, അത്രേ ഉള്ളൂ. അപ്പം അത് നോക്കാം. അതിന് മുന്നേ എന്ത് ചെയ്യാം, ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുള്ള ഗെയിമിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ ഓൺലൈൻ ബെറ്റർ ആണോ ഓഫ്ലൈൻ ബെറ്റർ ആണോ എന്നതിനേക്കാളൊക്കെ അപ്പുറം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നീറ്റ് അല്ലെങ്കിൽ JEE പോലത്തെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു എക്സാമാണ്. കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ പ്രത്യേകത ഞാൻ പലതവണ പറഞ്ഞതാണ്. അതൊരു ഓട്ട മത്സരം പോലെയാണ്. എന്ത്, നിങ്ങളുടെ ബോർഡ് എക്സാം പോലെ. നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, ബാക്കിയുള്ളവൻ പഠിച്ചോ ഇല്ലയോ എന്ന് നമ്മളെ ബാധിക്കുന്ന വിഷയം അല്ല. എന്ത്, നീറ്റിൻ്റെ JEE കേസിൽ നമ്മൾ നന്നായി പഠിച്ചാൽ മാത്രം പോരാ, ബാക്കിയുള്ളവരെക്കാളും നമ്മൾ നന്നായി പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് നല്ല റാങ്ക് കിട്ടുള്ളൂ, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ. അപ്പോൾ എന്താണ്, അതായത് ഈ ഓൺലൈൻ പഠിച്ചിട്ട് നമുക്കെന്താ ഒരു അടുത്ത വർഷത്തെ കട്ട് ഓഫ് 630 ആണെന്ന് കരുതുക, നമുക്കൊരു 615 625ൻ്റെ ഇടയിലൊക്കെ പോയാലോ, ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ. സോ ആ ഒരു പോയിന്റിൽ എന്ത് ചെയ്യണം, ഇതിനെ കാണണം. നിങ്ങൾക്കിത് പെർഫെക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ എൻഷ്യൂർ ചെയ്യണം ഏറ്റവും ഫസ്റ്റ്. അതിനെന്ത് ചെയ്യണം, എന്തൊക്കെയാ പ്രശ്നങ്ങൾ നോക്കണം. അതെന്തൊക്കെയാ പ്രശ്നങ്ങൾ, അതായത് ഞാൻ ഇതിനെ 4 ആയിട്ടാണ് കാറ്റഗറീസ്. ഇത് ഓരോന്നും നിങ്ങൾക്കുള്ള ഒരു ഫെമിലിയാരിറ്റി വൈസാണ് ഞാൻ കൊടുത്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഒരിക്കൽ കൂടെ നേരത്തെ പറഞ്ഞ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്, ഇത് ഭയങ്കര റിലേറ്റീവാണ്, ആളുകൾക്കനുസരിച്ച് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇതിൽ ബാധിക്കുക എന്നുള്ളത് നിങ്ങൾ മാത്രമാണ് തീരുമാനിക്കുക, ഇതൊരു ജനറൽ കണ്ടീഷൻ അല്ല. ഓക്കെ, റൈറ്റ്. അപ്പോൾ തുടങ്ങാം. ഒന്നാമത്തെ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെ, ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ജനറലി ഉള്ള ഡിസ്ട്രാക്ഷനാണ് ഓൺലൈനിൻ്റെ. അത് നിങ്ങൾക്കൊക്കെ അറിയാം. എന്ത്, നമുക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടാവും, നമുക്ക് യൂട്യൂബ് ഉണ്ടാവും, നമ്മൾ വേറെ കുറേ സൈറ്റുകളിൽ പോകുന്നുണ്ടാവും, വാട്സപ്പിൽ നമ്മൾ പലരോട് ചാറ്റ് ചെയ്യുന്നുണ്ടാവും, ടെലിഗ്രാമിൽ ചിലപ്പോൾ നമുക്ക് ഫാൻ ഫൈറ്റ് ക്ലബ്ബുകൾ ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യും, നിങ്ങളുടെ സമയം ഒരുപാട് കളയും. ആൻഡ് ഈ സമയം കളയാന്ന് പറയുന്നത്, നിങ്ങൾ അരമണിക്കൂർ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ നിങ്ങൾ അരമണിക്കൂർ മാത്രമല്ല പോവുക. സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ, അരമണിക്കൂർ ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ വേറെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത പല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് തോന്നൂല. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം നോക്കുന്ന ഒരു കുട്ടിക്ക്
ബുക്ക് തുറക്കുമ്പോൾ ഉറക്ക് വരുന്നത്, പഠിക്കാൻ തോന്നാത്തത്, ഭയങ്കരമായിട്ട് ബോറടിക്കുന്നത്. അപ്പം ആ പ്രശ്നമാണ് ജനറൽ ഡിസ്ട്രാക്ഷൻ. ഇപ്പം ഇത് എല്ലാവർക്കും വലിയ പ്രശ്നമൊന്നുമായിരിക്കില്ല. എന്നെ സംബന്ധിച്ച് ഇത് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമാണ് ഇൻസ്റ്റാൾഡാണ്, യൂട്യൂബ് ഞാൻ എല്ലാ സജഷൻസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വാട്സപ്പിൻ്റെ കേസിലടക്കം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ വാട്സപ്പ് നമ്പർ എടുക്കുക അടുത്തൊരു വർഷത്തേക്ക്. പഴയ ഗ്രൂപ്പും സാധനമൊക്കെ പോട്ടെ, ഓരൊക്കെ വിചാരിക്കും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോയതെന്നുള്ളത്. അത്യാവശ്യമുള്ള ആൾക്കാരെ മാത്രം കോൺടാക്ട് ചെയ്യാൻ. അപ്പം അങ്ങനെ പറ്റും. ചില ആൾക്കാർക്ക് ഇത് പറ്റൂല, അൺഇൻസ്റ്റാൾ ചെയ്ത് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. ഓക്കെ, രണ്ടാമത്തെ പ്രശ്നം ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എന്ത്, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ്. അതിപ്പോൾ എങ്ങനെ പറയാം, ഇപ്പം നിങ്ങൾക്കൊരു അനിയത്തി ഉണ്ട്, ചിലപ്പോൾ അനിയത്തിയായിട്ടുള്ള ഒരു അടി, അല്ലെങ്കിൽ അനിയത്തിൻ്റെ ചില പെരുമാറ്റം മതി എന്ത് അന്നത്തെ ദിവസം നിങ്ങളെ മൂഡ് പോകാൻ, അവളുമായിട്ട് അടിയുണ്ടാകും. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, അടുത്ത ഒരു വർഷം നിങ്ങൾ നല്ല ടെൻഷനിൽ പ്രഷറിലായിരിക്കും. കാരണം ഒരു വർഷം പോയിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് ഡൗട്ടുള്ളൊരു സാധനത്തിന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അവിടെ എന്താ, അവളെ ചില ചിരികൾ മതിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം പിടിക്കാൻ. നിങ്ങൾ എന്തെങ്കിലും പറയും, അപ്പം അവൾ തിരിച്ച് പറയും. അപ്പോൾ ഉമ്മാനെ വിളിക്കും, ഉമ്മ വിളിക്കുമ്പോൾ നിങ്ങൾ രണ്ടാളെയും ചിത്രാകെ പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ എന്താ, നിങ്ങൾ അച്ഛനും അമ്മയും തമ്മിൽ, അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും തമ്മിൽ എന്താ ചെറിയൊരു അടി നടക്കുക. അപ്പം നിങ്ങൾക്ക് ഞാനിവിടെ പഠിക്കുന്നില്ല, അതെങ്കിലും ഒന്ന് ആലോചിച്ചുകൂടെ ഒരിക്കൽ, എൻ്റെ മൂഡ് പോകും എന്നൊക്കെ ഉള്ളത്, എൻ്റെ ഒരു വർഷത്തെക്കുറിച്ച് എന്താ ഒരാലോചിക്കാത്തതെന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ അന്ന് പഠിക്കുകയില്ല. ഓക്കെ, ഇത് കൂടാതെ എന്താണ്, കുടുംബത്തിൽ വരുന്ന വിസിറ്റേഴ്സ്, അതേപോലെ കുടുംബത്തിലും നാട്ടിലും നടക്കുന്ന കല്യാണം, അതും ഭയങ്കര പ്രശ്നമാണ്. അതായത് കുടുംബത്തിലൊരു കല്യാണം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് പോയാലും പോയില്ലെങ്കിലും നിങ്ങൾക്ക് അന്ന് പഠിക്കാൻ പറ്റില്ല. പോയാൽ എന്തായാലും പഠിക്കാൻ പറ്റില്ല, പോയില്ലെങ്കിൽ നമ്മൾ അത് ആലോചിച്ചിരിക്കും, ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ബാക്കി എല്ലാവരും ഫുള്ള് ചില്ലാക്കുന്നുണ്ടാവും. ഒന്നുമല്ല വാട്സപ്പ് സ്റ്റാറ്റസ്, ഒന്ന് ഇൻസ്റ്റ സ്റ്റോറി ഒന്ന് എടുത്ത് നോക്കട്ടെ നമുക്ക് തോന്നും. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇന്നലെ പോയാൽ മതിയായിരുന്നു, ഇന്നലെ ഒന്നും പഠിച്ചില്ല, അവന് പിറ്റേന്ന് എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ പഠിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് രണ്ടാം. ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. ഇനി മൂന്നാമത്തെ സാധനം കുറച്ച് പ്രശ്നക്കാരനാണ് കേട്ടോ. അതായത് നമ്മൾ അധികം ശ്രദ്ധ, ലോ മൂഡാകുമ്പോൾ എന്താണ്, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോൾ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ചിലപ്പോൾ നീറ്റ് ആയിക്കോട്ടെ, ജെയ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത്യാവശ്യം ടഫുള്ള സാധനമാണ്. പല ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടൂല, ചില കൺസെപ്റ്റുകളൊന്നും മനസ്സിലായി വരില്ല, ഒന്നും കൂടെ കേൾക്കേണ്ടി വരും. അപ്പോഴൊക്കെ എന്താവും, നമ്മളൊന്ന് ഡൗൺ ആവും. അതായത് നമ്മളൊരു വീഡിയോ കണ്ട് കൺസെപ്റ്റൊക്കെ പക്കാന്ന് വെച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടിയാലോ, അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോ, ഷടാ ആകെ ഡൗൺ. അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും, ഒന്ന് പാട്ട് കേട്ടാലോ, അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബിൽ ഇന്നലത്തെ അവൻ്റെ റിവ്യൂ നോക്കിയാലോ, അല്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റ നോക്കിയാലോ, ചിലപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയാലോ എന്നൊക്കെ തോന്നും. അതെന്താവും, അത് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ എന്താ സംഭവിക്കുക, കേരളത്തിലെ പല കോച്ചിങ് സെൻറ്ററുകളിലും എഡ്യൂപോർട്ടിൻ്റെ അടക്കം എന്താണ് ഹോസ്റ്റലുകളിൽ നിന്നും കുട്ടികൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതൊരു ഓട്ട മത്സരമാണ്, അവരെന്ത് ചെയ്യും, നിങ്ങളെ മുന്നിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യത. അതായത് അത് നിങ്ങൾ ചെയ്യേണ്ട എന്ത് ലോ മൂഡാണെങ്കിലും എന്താ, നമ്മൾ പഠിക്കേണ്ട സമയം പഠിക്കും, അതിനുശേഷം മാത്രമേ വേറെ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുള്ളൂ, ചെയ്യുള്ളൂ നോക്കാം. അല്ലാതെ ക്വസ്റ്റ്യൻ കിട്ടാതെ എന്നാന്ന് കിടക്കട്ടെ എന്നൊന്നും തോന്നരുത്. ആൻഡ് നാലാമത്തെ കാര്യം എന്താണ്, അതും കുറച്ചും കൂടെ എന്താണ് ആൾക്കാർ അധികം ശ്രദ്ധിക്കാത്തതും, പക്ഷെ എന്താണ് എനിക്ക് കുട്ടികളുടെ അടുത്ത് നിന്ന് തന്നെ കിട്ടിയ ഫീഡ്ബാക്ക് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അതൊരു 4 to 6 hours ഒക്കെ എന്തുണ്ടാവും, ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും അല്ലേ. ഈ 4 to 6 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 സിനിമയൊക്കെ കാണുന്നില്ല. അപ്പം ഞാനിപ്പം എന്നെ സംബന്ധിച്ച് ഈ സിനിമ എത്ര അടിപൊളിയാണെങ്കിലും ഒരു ദിവസം 3 സിനിമ ഒന്നും കാണാൻ എന്നെ കൊണ്ട് പറ്റൂല. ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമായിരിക്കും, പക്ഷെ എന്താ, അത് ഒരു ദിവസം മാത്രമല്ല, ഏകദേശം ഒരു 100 to 150 ദിവസം നിങ്ങൾ ഈ സിനിമ ഇങ്ങനെ കണ്ടോണ്ട് 3 സിനിമ ഡെയിലി കാണാം. അത് പല കുട്ടികൾക്കും പ്രശ്നമാവാറുണ്ട്. ഓക്കെ, ഇതും റിലേറ്റീവ് ആട്ടോ. ഇത് ഈ പ്രശ്നമൊന്നും ഇല്ലാതെ ഫുള്ള് കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ നിങ്ങൾക്ക് തന്നെ അറിയാം അവസ്ഥ. അതേപോലെ തന്നെ എന്താണ്, ഈ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് വീഡിയോ ക്ലാസ്സസ് കാണുന്ന ഈ ഹൈബ്രിഡ് ബാച്ചിലെ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഇന്നലെ ചോദിച്ചാൽ എനിക്ക് 500 മാർക്ക് കിട്ടുള്ളൂ സാറേ, എന്താ എനിക്ക് കുറേ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പെൻഡിങ് ആയിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഇത് എന്തൊക്കെ പറഞ്ഞാൽ എന്താണ്, ഈ വീഡിയോസ് എന്ന് പറയുന്നത് അതൊരു ഓപ്ഷനലാണ്. നമുക്ക് രാവിലെ ഒരു മൂഡില്ലെങ്കിൽ അത് വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കാനുള്ള ഒരു സുഖമുണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഒരു ക്ലാസ്സിൽ സാറ് ക്ലാസ് എടുക്കുമ്പോൾ എനിക്കൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കിടന്നുറങ്ങാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ തീരെ ശ്രദ്ധിക്കാതിരിക്കാനും പറ്റില്ല. അത് നമ്മൾ നിർബന്ധിതരായിട്ട് എന്ത് ചെയ്യാണ്, അവിടെ ഇരിക്കണം. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രാവിലെ ഒരു മൂഡല്ല, ഉച്ചയ്ക്ക് ശേഷം കാണാം, ഉച്ചയ്ക്ക് ഇന്ന് എന്തായാലും ക്ലാസ്സിലല്ല, ശരിയായില്ല രാത്രി കാണാം. അങ്ങനെ എന്താ 3-4 ദിവസം പെൻഡിങ് ആയത് അങ്ങനെ അങ്ങോട്ട് പോകും. എന്താണ് നിങ്ങൾ +1 +2 സംഭവിച്ചത് അതുപോലെ തന്നെ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്ത് വീഡിയോ ക്ലാസ്സസ്, അത് ഓൺലൈൻ ആണെങ്കിലും ഹൈബ്രിഡ് ആണെങ്കിലും ഒക്കെ എന്തുണ്ട്, ആ ഒരു പ്രശ്നമുണ്ട്. ഇതും എന്താണ് റിലേറ്റീവാണ്. ഇതുകൊണ്ടാണിത് ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഇന്ത്യയിലെ ടോപ്പ് അല്ല ആകാശ്, അല്ല നമ്മളെ ബ്രില്യൻ ബാൽ, അങ്ങനെ എല്ലാ ആൾക്കാരുടെയും എന്താ പല മെത്തേഡും
നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായി തോന്നിയെന്ന് വെച്ചാൽ ക്ലാസ്സസ് എന്ത് ചെയ്യണം, ബൈ ഡിഫോൾട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. അത് ഓഫ്ലൈനായിട്ടാണ് ക്ലാസ് നല്ലത്. എന്നിട്ട് എന്താ, ആ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മൈൻഡ് ഔട്ട് ആയിപ്പോയില്ല, ചില പോയിന്റുകൾ നിങ്ങൾക്ക് മൈൻഡ് ഔട്ട് ആയിപ്പോയി, അല്ല ചില പോയിന്റുകൾ നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാത്രി ഹോസ്റ്റലിൽ വന്നിട്ട് ടാബിൽ അതിൻ്റെ വീഡിയോസ് കാണാമെന്നുള്ള നമ്മളെ മെത്തേഡ്. ക്ലാസ് കാണാതെ പിന്നെ എത്ര മനസ്സിലായിട്ടും കാര്യമില്ലല്ലോ. അപ്പം ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇതിലേതാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളതെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കുക. ഇതല്ലാതെ ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ ഒരു ഡിസ്കഷൻ ആക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതും കൂടെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. ആൻഡ് ഇത് 4 നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഓക്കെ ആണെങ്കിൽ ഒരു സംശയമില്ല, ഓൺലൈനാണ് നല്ലത്. കാരണം ഓൺലൈൻ ഏറ്റവും വലിയ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഓൺലൈൻ എന്താണ്, അല്ലെ ഈ ഓഫ്ലൈൻ ഏകദേശം ഓൺലൈനേക്കാട്ട് ഒരു 8 ഇരട്ടിയെങ്കിലും എക്സ്പെൻസീവാണ്. അതായത് ഞാൻ സങ്കടത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്, ഏകദേശം എന്താണ് ഒരു 1.25 ലക്ഷം രൂപ വേണം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നല്ല സെൻറ്ററിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ. അതായത് ഒരു 80,000 to 90,000 പിന്നെ ട്യൂഷൻ ഫീ ആയിട്ടും, അതേപോലെ തന്നെ 1 ലക്ഷത്തിൻ്റെ മുകളിൽ മാസം ഒരു 10,000, ഏകദേശം ഒരു 10,000 വെച്ചിട്ട് ഒരു 1 ലക്ഷത്തിൻ്റെ മുകളിൽ ഹോസ്റ്റൽ ഫീ ഉണ്ടാവും. അതെന്താണ് എല്ലാവർക്കും ഒന്നും അഫോർഡബിൾ ആയിരിക്കില്ല, പ്രത്യേകിച്ച് ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിനൊക്കെ. അപ്പം അതും വലിയൊരു കാര്യമാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഓപ്പൺ ആകുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോഴൊക്കെ നിങ്ങളെ പലരും ഈ വീഡിയോ കാണുന്ന ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ ഏതാ നല്ലത് നോക്കി ഓൺലൈൻ അല്ലേ ഓഫ്ലൈന് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ എന്തുണ്ട് കേരളത്തിലുണ്ട്, ഇത്രയും പൈസ കൊടുക്കാത്ത. അപ്പം ഒരു 3 വർഷം മുമ്പ് വരെ എന്തായിരുന്നു അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് എന്താ ഡോക്ടർ എന്ന ഡ്രീം മാറ്റി വെക്കേണ്ടി വന്നതിനെ. പക്ഷെ ഇപ്പം എന്തില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ ഒരു എമൗണ്ട് നമുക്ക് കൊടുത്തില്ല. പ്രത്യേകിച്ച് എഡ്യൂ പോർട്ടലൊക്കെ എന്താണ് ഈ ഓൺലൈൻ ബാച്ചിന് കുറച്ചും കൂടെ സ്കോളർഷിപ്പ് പ്രഖ്യാപിക്കാനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ മാനേജ്മെൻറ്റിനോട് സജസ്റ്റ് ചെയ്യും, നിങ്ങളെ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഒന്നും കൂടെ അത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പം ഡോക്ടർ ആവണം, IIT പഠനം നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അധിക പൈസ ചിലവില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും വീട്ടിലിരുന്ന്. അപ്പം അങ്ങനെയുള്ള മക്കളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, മക്കളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരി തെറ്റുകളൊന്നും നോക്കാനുള്ള അവസരം നമുക്കില്ല. എന്താ പറ്റുക, ഇത് 4 നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഓൺലൈനായിട്ട് 1 വർഷം റിപ്പീറ്റ് ചെയ്യുക, നല്ല സ്ഥാപനത്തിൽ കയറുക, കുടുംബത്തെ രക്ഷപ്പെടുത്തുക. ബിലാൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു പാവപ്പെട്ടനായി ജനിക്കുന്നത് നിങ്ങളെ തെറ്റല്ല, പക്ഷേ മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നിങ്ങൾ അതിൽ നിന്ന് മാറണം എന്നുള്ളത്. അപ്പം അതിനുള്ള ഒരു ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിലവിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണത്. ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ. ഒരുപാട് പരിമിതികളുണ്ട്, ആ പരിമിതികളൊക്കെ എന്താണ് നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റും. ആരെയൊക്കെ 1ാം റാങ്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ IITയും NITയും ഒരു ഗവൺമെൻറ് MBBS സീറ്റൊക്കെ നിങ്ങളെ കൊണ്ടും പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, പൈസ എങ്ങനെയെങ്കിലും പാരൻസിനോട് പറഞ്ഞിട്ട് ആ ചെറിയ എമൗണ്ട് കൊടുത്തുകൊണ്ട് ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി വീണ്ടും ലാസ്റ്റ് ഒരിക്കൽ കൂടെ, സാർ ഇതിലെനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എനിക്ക് ഓൺലൈൻ ഓഫ്ലൈൻ വലിയ കുഴപ്പമില്ല, എന്നാലും എനിക്കൊന്ന് പരീക്ഷിക്കണം എന്നുള്ള ആൾക്കാരാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങളെ ക്ലാസ്സസ് ഒക്കെ എന്തായാലും ഒരു മെയ് 15 ശേഷവും പിന്നെ ജൂണിലൊക്കെ ആയിരിക്കുമല്ലേ ക്ലാസ്സസ് തുടങ്ങുന്നുണ്ടാവുക. അപ്പം ഒരു 14 ദിവസമെങ്കിലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യുക, യൂട്യൂബിൽ ആവശ്യത്തിനധികം വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് എന്ത് ചെയ്യുക, യൂട്യൂബിൽ നോക്കുമ്പോൾ എന്തായാലും ഡിസ്ട്രാക്ട്, വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ദിവസം ഒരു 6 മണിക്കൂർ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. 2 മണിക്കൂർ. അതൊരു 14 ദിവസം നിങ്ങളൊന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്ക്. എന്നിട്ട് പറ്റുവെച്ചാൽ കുറച്ച് PYQകളൊക്കെ എന്തുണ്ടാവും പല സ്ഥലത്തും നിങ്ങൾക്ക് കിട്ടും. അതൊന്ന് ചെയ്തും കൂടെ നോക്കിയിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, ഓൺലൈനാണ് നല്ലത്. നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും ഓഫ്ലൈനേക്കാളും. എന്നതിനേക്കാളുപരി നിങ്ങളെ പാരൻസിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു കാര്യം ഫൈനലി ഞാൻ പറയാണ്, നിങ്ങൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും 100% ഡെഡിക്കേഷനോടുകൂടി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്ത വർഷം നിങ്ങളെല്ലാവരും എനിക്ക് കേരളത്തിലെ ടോപ്പ് മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ NITകളിലോ IITയിലോ കാണാൻ പറ്റും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഷെയറും ചെയ്യാം.